ഹലോ ഹായ് എല്ലാവർക്കും മറ്റൊരു വീട്ടിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ ഒരു ഫാൻസി ഡ്രസ് കോസ്റ്റ്യൂം എങ്ങനെ ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ മോളുടെ സ്കൂളിൽ പ്രോഗ്രാം ഉണ്ടായിരുന്നു ഫാൻസി ഡ്രസ്സ്. അപ്പോൾ എൻചാൻറ്റഡ് ഫോറസ്റ്റ് ആയിരുന്നു തീം. ഇപ്പോൾ നമ്മളൊരു ഫെയർ ആയിട്ടാണ് ചെയ്തത്. അപ്പോൾ ഈ ഒരു ഫ്ലവറിൻ്റെ ഹെഡ് ബാൻഡും വിങ്സും ഡ്രസ്സൊക്കെ ഞാൻ തന്നെയാണ് ചെയ്തത്. അപ്പം അതിൻ്റെ വീഡിയോസാണ് ചെയ്യുന്നത്. സ്കൂളിലൊക്കെ ഇങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് ഫ്ലവർ ഹെഡ് ബാൻഡാണ്. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടി ഈ ഒരു വയർ, ഇത് ഫാൻസി സ്റ്റോറിൽ നിന്നും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ക്രാഫ്റ്റ് ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടുന്ന ഐറ്റംസാണ്. ഈ ഒരു വയർ ഗ്രീൻ പല കളേഴ്സിൽ വയർസ് അവൈലബിൾ ആണ്. അപ്പോൾ ഇത് അവിടെ നിന്ന് മേടിച്ചു. പിന്നെ ഈ ഒരു ഗ്ലൂ ഉണ്ട്, നമുക്ക് ഫ്ലവേഴ്സൊക്കെ ഒട്ടിക്കാനും ലീവ്സൊക്കെ ഒട്ടിക്കാനൊക്കെ നല്ലൊരു അഡ്വസീവ് ആയിട്ടുള്ള ലാസ്റ്റിങ് നന്നായിട്ട് ഒരു നല്ല ക്വാളിറ്റിയുള്ളൊരു ഗ്ലൂ ആണ് കേട്ടോ. പിന്നെയുള്ളത് ഈ ഒരു ഗ്രീൻ ടേപ്പാണ് വാങ്ങിയത്. നമ്മൾ ഈ വിങ്സ് അതുപോലെ തന്നെ ഗ്രീൻ ആയിട്ടുള്ള ഹെഡ് ബാൻഡൊക്കെ ചെയ്യുമ്പം ഒരു നാച്ചുറൽ ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഗ്രീൻ സ്റ്റെം യൂസ് ചെയ്യുന്നത്, സ്റ്റെമ്മിന് വേണ്ടിയിട്ട്. ഇപ്പോൾ അതിനാണ് ഞാൻ ഈ ഒരു ഇതുപോലെ വയർ വളച്ചെടുത്തിട്ട് മോളുടെ ഒരു തലയുടെ അളവിന് അനുസരിച്ച് എടുത്തിട്ടാണ് ഇതുപോലെ വളച്ചെടുത്തിട്ട് അത് ഗ്രീൻ ടേപ്പ് കൊണ്ടൊന്ന് നന്നായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, ഫിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് കുറച്ച് ഫ്ലവേഴ്സൊക്കെ വാങ്ങിയിട്ടുണ്ട്. ഓൾറെഡി ഞാൻ കുറേ ഫ്ലവേഴ്സ് നാട്ടിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതൊക്കെ ഇവിടെ നിന്ന് വാങ്ങിയ ഫ്ലവേഴ്സ്. ഇവിടെ കുറച്ചും കൂടെ ഫ്ലവേഴ്സ് അവൈലബിലിറ്റി നാട്ടിലേക്കാളും തോന്നി. ഇപ്പോൾ നിങ്ങൾക്ക് ഹോൾസെയിൽ മാർക്കറ്റൊക്കെ ഉണ്ട്, അവിടെ നിന്ന് കിട്ടും. ഇത് ഞാനിപ്പോൾ ഇവിടുന്ന് അങ്ങനെ മേടിച്ചതാണ്. അപ്പോൾ കുറച്ച് ചീപ്പാട്ടോ, ഒരുപാട് വിലയൊന്നുമില്ല. അപ്പോൾ അതൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിൻ്റെ ഇലകളും പൂക്കളൊക്കെ വെവ്വേറെ ആക്കി എടുക്കണം, എന്നിട്ട് ഇതിൽ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെയാണ് കേട്ടോ തന്നെ ഗ്രീൻ ടേപ്പ് ഇതിലിങ്ങനെ ചുറ്റി എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കണം. ഞാൻ ഇതിൻ്റെ റെഫറൻസ് എടുത്തത് പിൻട്രസ്റ്റിൽ നിന്ന് എടുത്തു. പിന്നെ കുറച്ച് യൂട്യൂബ് വീഡിയോസൊക്കെ കണ്ടു, ഈ ഫോറിനേഴ്സ് യൂറോപ്യൻസും അവരൊക്കെ ചെയ്യുന്ന വീഡിയോസൊക്കെ കണ്ട് അതിൽ നിന്ന് കുറച്ച് റെഫറൻസ് എടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് എൻ്റെ ഏകദേശം ഒരു ഐഡിയ കിട്ടിയത്. അപ്പോൾ ഇതൊക്കെ ഒന്ന് വെച്ച് നോക്കുകയാണ് ഏകദേശം എങ്ങനെ വരും എന്നുള്ളത്. അതിൻ്റെ കൂട്ടത്തിൽ നാട്ടിൽ നിന്ന് ഞാൻ വേറൊരു ഇങ്ങനെ ചെറിയൊരു ഇല വരുന്ന ഒരു ഇത് വാങ്ങിയിട്ട്, അപ്പോൾ അതിന് ആദ്യം അത് മാത്രം വെക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ അത് വളരെ ഫ്രജൈലാണ്, അത്ര കട്ടിയില്ലാത്തതുകൊണ്ട് വളഞ്ഞു പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് നിങ്ങൾക്ക് കാണിച്ചു തരാം. പിന്നെ ഈ ഒരു ബ്ലേഡ് കട്ടർ ഞാൻ ഫാൻസി ഷോപ്പിൽ നിന്ന് ക്രാഫ്റ്റ് ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ്. ഇങ്ങനത്തെയുള്ള വയർസൊക്കെ കട്ട് ചെയ്യാൻ വളരെ ഈസിയാണ്. ഇതാണ് ഞാൻ പറഞ്ഞ ലീവ്സിൻ്റെ ഈ ഒരു വയർ കേട്ടോ. ഇത് ഞാൻ ഒറ്റയാവും വളരെ തിന്നാണ്. അപ്പോൾ ഞാൻ രണ്ടാക്കിയിട്ട് മടക്കിയെടുത്തിട്ട് ഈ ഒരു നമ്മൾ ചെയ്തെടുത്ത് വയറുണ്ടല്ലോ ഹെഡ് സൈസിൻ്റെ ക്രൗൺ സൈസിൻ്റെ അതിൽ ചുറ്റി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അതും കൂടി ആകുമ്പോൾ കുറച്ച് കട്ടിയും വരും. പിന്നെ ഒരു ക്രൗണിൻ്റെ ഒരു ഈശോയുടെ മുൾകിരീടം പോലൊക്കെ ഒരു ക്രൗണിൻ്റെ ഒരു ഭംഗി, ഒരു രൂപം കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ചുറ്റിട്ട് ഓൾറെഡി 2 ഫ്ലവേഴ്സൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് പിന്നെ മനസ്സിലായി അത് ചെയ്ത് കഴിഞ്ഞപ്പം ഇതിങ്ങനെ ശരിയാവില്ല, കുറച്ചും കൂടി ഒരു എഫക്റ്റ് കിട്ടണമെങ്കിൽ ഇത് ചുറ്റിയെടുക്കണമെന്ന്. അപ്പോൾ അതുപോലെ ഇങ്ങനെ ചുറ്റിയെടുത്തിട്ട് ഞാൻ നന്നായിട്ട് ഫിക്സ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ഫ്ലവേഴ്സ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഫ്ലവേഴ്സ് ഞാൻ എല്ലാം മറ്റേ വലിയ ഫ്ലവേഴ്സൊക്കെ പറിച്ചെടുത്തിട്ട് ഞാൻ ഈ കാണിച്ച വയറ് കട്ട് ചെയ്തിട്ട് അത് 2 മടക്കിയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി കൊടുത്തു. ഒന്ന് ഗ്ലൂ ഒട്ടിച്ചിട്ടാണ് ഞാനത് ഫിക്സ് ചെയ്ത് ഗ്ലൂ ഒട്ടിച്ച് പിന്നെ ഞാൻ ഗ്രീൻ ടേപ്പ് കൊണ്ട് ഒന്ന് ചുറ്റിയെടുക്കുക ചെയ്തത്. ചുറ്റിയെടുത്ത് കഴിയുമ്പോൾ പിന്നെ അത് പോവില്ല കേട്ടോ. ഗ്രീൻ ടേപ്പിനാണെങ്കിൽ കുറച്ചൊരു പശയുണ്ട്, അതൊരു സ്റ്റിക്കി ആയതുകൊണ്ട് നമ്മളൊന്ന് വലിച്ചൊട്ടിക്കുമ്പോൾ അതേപോലെ പിന്നെ അത് ഇളകി പോരില്ല. ഈ ഒരു ക്രൗൺ ഞാൻ ഒരു ദിവസം രാത്രി ഒരു 12 മണിക്ക് ഇരുന്നിട്ട് വെളുപ്പിന് ഒരു 3:30-4 മണിയൊക്കെ ആയപ്പോഴേക്ക് ഞാൻ തീർക്കുകയാണ് ചെയ്തത്. നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റും. ഏകദേശം എപ്പോഴും ക്രാഫ്റ്റൊക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നന്നായിട്ട് ചെയ്യാം. നമുക്ക് വല്ലപ്പോഴൊക്കെ ചെയ്യുന്നതുകൊണ്ട് കുറച്ച് സമയം എടുക്കുന്നതൊന്ന് ഐഡിയ ആക്കി കിട്ടാൻ വേണ്ടിയിട്ട്. എന്നാലും വലിയ കുഴപ്പമില്ലാണ്ട് ചെയ്യാൻ പറ്റിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് കുട്ടികൾക്ക് സ്കൂളിൽ പ്രോഗ്രാം അല്ലെങ്കിൽ പള്ളിയിലും അങ്ങ് എന്തെങ്കിലും ഫങ്ഷൻസൊക്കെ വരുമ്പോൾ ഫ്ലവർ ഹെഡ് ബാൻഡ് വെക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ ചെയ്തെടുക്കാവുന്നതാണ്. ഇത് പുറത്ത് ചെയ്ത് കൊടുക്കുന്ന ആൾക്കാരുടെ തന്നെ ഇത് കഴിഞ്ഞപ്പോഴാണ് അറിഞ്ഞത്. ആക്ച്വലി ഞാൻ ഈ മോളുടെ പ്രോഗ്രാം കഴിയുമ്പോൾ എന്നോട് കുറേ പേര് ചോദിച്ചു, നിങ്ങൾ പുറത്തുനിന്നാണോ ചെയ്യിച്ചത്, എവിടെ ചെയ്യിച്ചത്, അങ്ങനെ ചേർക്കുന്ന ആൾക്കാരാണ്. ഞാൻ പറഞ്ഞല്ല, ഞാൻ തന്നെയാണ് ചെയ്തതെന്ന് പറഞ്ഞു. അപ്പം നമുക്കൊരു സമയം ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ, വളരെ ഈസിയാണ്. പിന്നെ നമുക്ക് കുറേ യൂട്യൂബ് വീഡിയോസ് ഇതിൻ്റെ അവൈലബിൾ ആയിട്ടുണ്ട്, ഇതുപോലെ ക്രാഫ്റ്റ് ചെയ്യുന്ന ആൾക്കാർ. അപ്പോൾ അവരൊക്കെ നല്ല ഭംഗിയിൽ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കിയാൽ മതി. അങ്ങനെ ഫ്ലവർ ബാൻഡ് റെഡി ആയിട്ടുണ്ട്. ഞാൻ ഫ്രണ്ട് ഭാഗത്ത് അധികം ലീവ്സ് കൊടുക്കാണ്ട് ബാക്കിലും സൈഡിലൊക്കെ ആയിട്ട് ലീവ്സ് വെച്ചിരിക്കുന്നത്. പിന്നെ വലിയ ഫ്ലവേഴ്സും ചെറിയ ഫ്ലവേഴ്സും കൂടെ മിക്സ് ചെയ്തിട്ടുണ്ട്. കുറച്ച് വൈറ്റ് ഫ്ലവേഴ്സും കൂടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ഭംഗിയാണ് വൈറ്റും കൂടെ വയ്ക്കുമ്പം. അപ്പം വളരെ എനിക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ തോന്നി ചെയ്ത് കഴിഞ്ഞപ്പം. ഇത്രയും നന്നാവുമെന്ന് വിചാരിച്ചില്ല. പിന്നെ ആ പ്രോഗ്രാമിൻ്റെ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. വീട്ടിലെ ബാക്ക്ഗ്രൗണ്ട് കണ്ടെന്ന് തോന്നരുത്, ഞാനൊന്നും ക്ലീൻ ചെയ്താനിട്ടിരിക്കുകയാണ്. സോ ഇതിൻ്റെ ബാക്കിയായിട്ട് നെക്സ്റ്റ് വീഡിയോസ് നമ്മൾ വിങ്സ് എങ്ങനെ ചെയ്യണം എന്നുള്ള വീഡിയോ കാണിക്കുക, അതും ഞാൻ ചെയ്തെടുത്തതാണ്. അപ്പം അതും പിന്നെ ഡ്രസ്സിൽ എങ്ങനെയാണ്
നമ്മൾ ഫ്ലവേഴ്സൊക്കെ ചെയ്തെന്നുള്ളതും കൂടെ കാണിച്ചു തരാം. അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ മോളുടെ കുറച്ച് ഫോട്ടോസും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതെങ്ങനെയാണ് വന്നിരിക്കണമെന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്കൊരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വേറെ വീഡിയോ വീണ്ടും കാണാം. എല്ലാവർക്കും ബൈ ബൈ, ടാറ്റാ. Ready? Yeah, come, go. Just 118.